കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 4 ആണ്. ഗൈസ്, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കാണുന്നത് എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് അനുസരിച്ചാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. മാക്സിമം ലൈക്ക് നമ്മൾ ഈ ഒരു വീഡിയോ അച്ചീവ് ചെയ്യണം. പിന്നെ ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിൽ ഇതുവരെ വന്നതിൽ വെച്ച് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ കോഡിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ആ ഒരു 10 ടൈൽസിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ബോറുട്ടോ പറഞ്ഞ ഓരോ വാക്കുകളും പുള്ളിക്കാരന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകും. അവൻ പറഞ്ഞത് എങ്ങനെ ശരിയാകും? ആകെപ്പാടി ഇതിനൊക്കെ അറിയാവുന്നത് തിന്നാൻ മാത്രമാണ്. ഇതെങ്ങനെയാണ് എനിക്കൊരു ത്രെറ്റായി മാറാൻ പോകുന്നത്? ഇതേ സമയം നമ്മുടെ കോഡിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ആ ഒരു ചെറിയ ടോഡില്ലേ, പുള്ളിക്കാരന്റെ കയ്യിൽ ചെറിയൊരു ലോക്കറ്റ് ഉണ്ട്. എന്നിട്ട് മറ്റേ നമ്മുടെ ബോറുട്ടോയുടെ കയ്യിരിക്കുന്ന ആ ഒരു ടോഡ് പറയുന്നുണ്ട്, ബോറുട്ടോ വേഗം തന്നെ വാ, നമുക്ക് ഒട്ടും തന്നെ ടൈമില്ല. ഓ, നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാമല്ലേ, എനിക്ക് എന്റെ അപ്പൂപ്പനെ പോലെ അത്രക്ക് സ്കില്ലൊന്നുമില്ല. ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കവാക്കി ആലോചിക്കുന്നുണ്ട്, ഇവനിപ്പോ ആരോടാണ് സംസാരിക്കുന്നത്? അപ്പൊ തന്നെ ബോറുട്ടോ കണ്ണു തുറന്നിട്ട് പറയുന്നുണ്ട്, കിട്ടി. എന്നിട്ട് നമ്മുടെ ബോറുട്ടോ പുള്ളിക്കാരന്റെ അപ്പൂപ്പനായിട്ടുള്ള മീനിറ്റോടെ സിഗ്നേച്ചർ മൂവ് ആയിട്ടുള്ള ഫ്ലൈയിങ് തണ്ടർ ഗോഡ് ടെക്നിക് യൂസ് ചെയ്ത് കോഡിന്റെ അടുത്തേക്ക് ടെലപ്പോർട്ട് ചെയ്യും. ബോറുട്ടോനെ കണ്ട കോഡ് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ബോറുട്ടോ ഒന്നും മിണ്ടാതെ തന്നെ നേരെ ആ കുഴിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ നമ്മുടെ കോഡ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്നാൽ നമ്മുടെ ബോറുട്ടോ നോക്കാൻ നേരത്ത് അതിനകത്ത് ആ 10 ടൈൽസ് കിടപ്പില്ല. ബോറുട്ടോ ആ ടോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ ഇവിടെ 10 ടൈൽസ് ഉണ്ടെന്ന്. എന്നിട്ട് അതെന്തി ആ ടോടായിട്ട് താഴ്ത്തിറങ്ങി നോക്കാൻ നേരത്ത് പറയുന്നുണ്ട്, ഇമ്പോസിബിൾ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്, അത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബോറുട്ടോയുടെ ശ്രദ്ധ അപ്പോഴാണ് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അത് ആ പ്ലേസിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ട്രെയിലേക്കായിരുന്നു. ബോറുട്ടോട് ആ ടോഡ് പറയുന്നുണ്ട്, എന്തായാലും കോഡല്ല അത് ചെയ്തത്, അവന്റെ ഭാഗത്ത് ഒരു സസ്പീഷ്യസ് ആയുള്ള മൂവ് പോലും ഞാൻ കണ്ടില്ല, അതുമല്ല അവൻ അത്രയുള്ള എനർജി പോലും ഇല്ല. പെട്ടെന്നാണ് ബോറുട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് കോഡും അവനും അല്ലാതെ മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. അയാളായിട്ട് ആ സ്ട്രക്ചറിന്റെ മേലെ കയറി നിൽക്കുവാണ്. പുള്ളിക്കാരനെ കാണാൻ നേരത്ത് തന്നെ ബോറുട്ടോ പറയുന്നുണ്ട്, കോപ്പ്, നമ്മൾ കുറച്ചധികം താമസിച്ചുപോയി. ഇയാളെ കാണാൻ നേരത്ത് കോഡ് ഞെട്ടിത്തെറിച്ചു പോകും. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ബഗ്ഗല്ലേ? നീ ബഗ് എന്ന് റെഫർ ചെയ്തത് ആ മരത്തിലിരിക്കുന്ന അവനെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ബഗ്ഗല്ല, ആ ക്രീച്ചർ, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു ക്രീച്ചർ ഒരു ഡിവൈൻ ട്രീ ആണ്, അല്ലെങ്കിൽ ഒരു ഷിൻജു. നീ എന്തുവാണ് ഈ പറയണത്? പെട്ടെന്ന് ആ ഒരു ഷിൻജു നമ്മുടെ ബോറുട്ടോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബോറുട്ടോനെ ഇടിച്ചുകൊണ്ട് നേരെ ഒരു സ്ഥലത്ത് പോയി ഇടിക്കുന്നുണ്ട്. ഓട്സുസുക്കി, ബോറുട്ടോ, നീ ഞങ്ങളുടെ ഭക്ഷണമായിട്ട് ഇവിടേക്ക് വന്നതാണോ? അപ്പൊ തന്നെ ബോറുട്ടോ പുള്ളിക്കാരന്റെ ലൈറ്റ്നിങ് ജുട്സു യൂസ് ചെയ്ത് അവനെ ഷോക്ക് എടുപ്പിക്കുന്നുണ്ട്. ഷോക്ക് കൊണ്ട് പുള്ളി നേരെ ബാക്കിലേക്ക് ചാടിയിട്ട് പുള്ളിക്കാരൻ തിരിച്ച് അപ്പൊ തന്നെ കൈ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ബോറുട്ടോനെ അറ്റാക്കും ചെയ്യും. ആ ഒരു അറ്റാക്ക് പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും ബോറുട്ടോ അവിടെ ഇല്ലായിരുന്നു. ബോറുട്ടോ നേരെ കോഡിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ആ ഒരു ഷിൻജു പറയുന്നുണ്ട്, നിന്റെ ജൂട്സു കുറച്ച് സ്നീക്കിയാണ്. ബോറുട്ടോ, എന്താണ് ഇവിടെ സംഭവിക്കണത്? എന്നോട് മര്യാദക്ക് പറയാൻ നേരത്ത് നമ്മുടെ കോഡ് ഉരുണ്ട് താഴെ വീഴും. അപ്പൊ തന്നെ തന്റെ ഹൃദയത്തിന്റെ അവിടെ നമ്മുടെ ബോറുട്ടോ കൈ കൊണ്ട് വെക്കുകയും ചെയ്യും. ഞാൻ ഉസൂയിക്കോ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ നിന്നോട് എല്ലാം പറയാൻ സമയമൊന്നുമില്ല. നിനക്ക് മരിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. ടെൻഡേൽസിന് എന്ത് പറ്റി? നീ പറയുന്നത് ഈ ബഗ് കാരണമാണോ ടെൻഡേൽസിനെ കാണാത്തത്? ബഗ് മാത്രമല്ല, ഇവരെ പോലെ പലരും, ഇവനെ പോലെ ട്രീ ആയ എല്ലാരും ഇതേപോലെ തന്നെയാണുള്ളത്. അപ്പൊ തന്നെ ചാക്ര എന്ന് ഒരാൾ പറയുന്നുണ്ട്. ബോറുട്ടോയുടെ കോഡിന്റെ മേളിൽ ഒരാൾ നിപ്പുണ്ട്. ഈ പ്ലാനറ്റിലെ എല്ലാരും, മരിച്ചവരും മരിക്കാൻ പോകുന്നവരും ഇപ്പോൾ നിലവിൽ ജീവിക്കുന്നവരും എല്ലാരും ചാക്ര ബേസ് ചെയ്താണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഡിവൈൻ ട്രീസ് അഥവാ ഷിൻജു, ആ ചാക്ര കഴിക്കാൻ ജനിച്ചവരാണ്. എന്നിട്ട് ഒരു ചാക്ര ഫ്രൂട്ട് ആകാൻ വേണ്ടി. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇൻസ്റ്റൻറ്റ്. എന്നാൽ കോഡ് നീ കാരണം അത് ചെറുതായിട്ട് ഒന്ന് ഇവോൾവ് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോ ഈഗോ ഉണ്ട്, അഥവാ സെൽഫ് അവയർനെസ്. മറ്റൊരാൾ കൂടി അവിടേക്ക് നടന്നു വന്നിട്ട് പറയുന്നുണ്ട്, പാവപ്പെട്ട കോഡ്, നിന്റെ ജീവിതം ഇത്ര ദാരുണമാണ്. എല്ലാവരുടെയും ഒരു കളിപ്പാട്ടം മാത്രമായി നിന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓർത്തിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു. ബോറുട്ടോ, സിറ്റുവേഷൻ ഭയങ്കരധികം ബാഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അപ്പൊ ബോറുട്ടോ മറ്റൊരു ഷിൻജുവിനെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഷിൻജുവിനെ നമ്മുടെ ബോറുട്ടോ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കവാക്കിനാണ് കാണിക്കുന്നത്. എന്ത്, അവൻ കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോയെന്നു? അതായത് നീ പറയുന്നത് അവൻ സ്പേസ് ടൈം നിൻജുട്സു മാസ്റ്റർ ചെയ്തെന്ന്? എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ കോഡ് പോയതിന്റെ പുറകെ തന്നെ ബോറുട്ടോ അപ്രത്യക്ഷനായി. ബോറുട്ടോ കോഡിന്റെ പുറകെ തന്നെയായിരിക്കും പോയിട്ടുള്ളത്. നീ പറയുന്നത് കോഡ് കാരണം മാത്രമാണോ ബോറുട്ടോ ഇന്ന് കൊണോഹയിലേക്ക് വന്നത്? അങ്ങനെയാണെന്ന് തോന്നുന്നു. ബോറുട്ടോയും കോഡുമായിട്ട് എന്തൊക്കെ ലിങ്ക് ഉണ്ട്. ബോറുട്ടോ മാഞ്ഞു പോകുന്നതിന് മുമ്പ് അവൻ ആരോട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടുത്തെ സെൻസറി യൂണിറ്റിലെ ആരോ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് നീ പേടിക്കണ്ട, സെൻസറി യൂണിറ്റിലെ എല്ലാവരും തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്പൈ ഉണ്ടെങ്കിൽ അത് എനിക്ക് എങ്ങനെ പോയാലും മനസ്സിലാകും. വീണ്ടും കുറെ മണ്ടത്തരങ്ങൾ. കോഡ് കൊണോഹനെ അറ്റാക്ക് ചെയ്തു. ബോറുട്ടോ അവനെ ഓടിച്ചു. ഇനി നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 7 കൺഫേം ചോദിക്കും. നിനക്ക് ഒന്നും തന്നെ അറിയാമല്ല. ബോറുട്ടോ ഒരു ഓട്സുസുക്കിയാണ്. അവന്റെ മോട്ടീവ് എന്താണെങ്കിൽ കൂടി അവൻ ഇവിടുത്തെ ഒരു എനിമിയാണ്. അവൻ മരിച്ചെത്തി. അതുകൊള്ളാം, അവനൊരു ഓട്സുസുക്കിയാണെന്ന് മറ്റൊരു ഓട്സുസുക്കി എന്നോട് പറയുന്നു. എന്ത് രസമാണെന്ന്. ഞാൻ അവനെ പോലെയല്ല, ഞാനൊരു ഓട്സുസുക്കി കില്ലറാണ്. എന്റെ പവേഴ്സ് കൊണ്ട് മാത്രമേ ഒരു ഓട്സുസുക്കിനെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ ഓട്സുസുക്കിനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ചാകാനും തയ്യാറാണ്. പക്ഷേ അതുവരെ ഞാൻ എന്ത് വേണമെങ്കിലും, ഏതറ്റം വരെ വേണമെങ്കിലും ഒരു ഹൊക്കാഗയാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്തായാലും കൊണോഹയുടെ
വട്ടം നീ വരാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. മതി, ഒന്നും മിണ്ടാതിരിക്കെ. ആദ്യം ഞാൻ നിന്നോട് ചോദിച്ച കാര്യങ്ങൾ നീ എന്നോട് പറ. ആ ട്രെയിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഡാമേജ് റിപ്പോർട്ടും ഡീറ്റെയിൽസും ഒന്നും. എനിക്കും അതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ വിക്ടിംസും ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു വഴി നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. എന്റെ ഇംപ്രഷൻ വെച്ച് നോക്കാൻ നേരത്ത് ബോറൂട്ടോയ്ക്ക് ഇതിനെപ്പറ്റി എന്തോ അറിയാം. അത് കാരണമായിരിക്കും അവൻ കോഡിനെ ചേസ് ചെയ്യുന്നത്. പിന്നെ ആ ഷിൻജൂസിനാണ് കാണിക്കുന്നത്. ആ 4 ഷിൻജൂസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കോഡ് ചോദിക്കുന്നുണ്ട്. സോ ഇവന്മാർക്ക് സെൽഫ് അവയർനെസ് ഉണ്ടെന്നാണ് നീ പറയുന്നത്. പെട്ടെന്ന് തന്നെ ബോറൂട്ടോ തന്റെ സോഡ് എടുക്കാൻ പോകും. അപ്പൊ തന്നെ ആ ടോഡ് ചോദിക്കുന്നുണ്ട്, ബോറൂട്ടോ നീ എന്തുവാണ് ചെയ്യുന്നത്? നമ്മുടെ മിഷൻ ഫെയിലായി, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അത് ശ്രദ്ധിച്ച ആ ഒരു ഷിൻജു പെട്ടെന്ന് ബോറൂട്ടോ നേരെ വന്നിട്ട് തന്റെ കൈ സോഡാക്കി മാറ്റിയിട്ട് ബോറൂട്ടോ നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബോറൂട്ടോ അത് ഡോഡ്ജ് ചെയ്യാൻ നേരത്തെ തന്നെ പുള്ളിക്കാരൻ മറ്റൊരു ഇലക്ട്രിക് ടൈപ്പ് അറ്റാക്ക് ഏകദേശം ചിഡോ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ബോറൂട്ടോയും പുള്ളിക്കാരന്റെ റസംഗാൻ യൂസ് ചെയ്ത് അത് രണ്ടും അവിടെ ക്യാൻസൽ ഔട്ട് ആക്കി കളയും. അവിടെയായിട്ട് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ സംഭവിക്കും. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ബഗ് ബോറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പുള്ളിക്കാരൻ സോഡ് കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന നേരത്ത് അത് നമ്മുടെ ബഗ് പിടിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു ഫീമെയിൽ ഷിൻജു പുള്ളിക്കാരനെ, അതായത് നമ്മുടെ ബോറൂട്ടോനെ എർത്ത് സ്റ്റൈൽ യൂസ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ബോറൂട്ടോ ചോദിക്കുന്നുണ്ട്, കോഡ് മര്യാദക്കനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീയും ഇവിടെ കിടന്ന് മരിക്കും. അതുകൊള്ള ഇനി എന്തായാലും എന്റെ ആവശ്യമില്ലല്ലോ, അവർ നിന്നെ തന്നെ അവരുടെ ഓൺ വില്ലിൽ തന്നെ കഴിക്കാൻ നോക്കൂല്ലേ, അതുകൊണ്ട് ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ വിചാരിക്കാത്ത കുറച്ച് ഡെവലപ്മെന്റ് ആണ് ഇവിടെ സംഭവിച്ചത്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതും വർക്ക് ചെയ്യും. കാര്യം കുറച്ച് പേര് എന്റെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കോഡ് അവിടെ നിന്ന് രക്ഷപ്പെടുക. ബോറൂട്ടോ പറയുന്ന കേൾക്ക്, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നിന്റെ ജീവന് ആപത്താണ്. ബോറൂട്ടോ നേരെ ആ ഒരു മേളിൽ നിന്ന് ഷിൻജുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ബോറൂട്ടോ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ മേളിൽ നിന്ന് ആ ഒരു ഷിൻജു പറയുന്നുണ്ട്, ബോറൂട്ടോ ഒട്സുസുഗി നീ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാരും ഇപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്, പക്ഷെ ഞങ്ങളുടെ നോളജിന് വേണ്ടിയുള്ള വാശി നിന്നെ കഴിക്കുന്നതിനെക്കാട്ടും അപ്പുറമാണ്. അതുകൊണ്ട് നീ ഓടാൻ പറ്റുന്ന അത്രയും ദൂരം തന്നെ ഓടിക്കോ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ ഡെസ്റ്റിനിക്ക് ഒരു മാറ്റമില്ല. ഇതേ സമയം ബോറൂട്ടോ ഒരു ട്രെയിനിന്റെ സൈഡിൽ നിൽക്കുവാണ്. തന്റെ ഹെഡ് ബാൻഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന ബോറൂട്ടോയുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ തന്നെ ആ പുള്ളി ചോദിക്കുന്നുണ്ട്, നീ ഈ പ്ലാനറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള മൈൻഡിലാണോ നിൽക്കുന്നത്? നീ ഒരിക്കലും ഇതേപോലെ മണ്ടത്തരം കാണിക്കത്തില്ലേ? അപ്പൊ തന്നെ ബോറൂട്ടോ സോറി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പാനിക്കായി, അത് മാത്രമല്ല ഞാൻ കുറച്ച് റഷ്യൻ ചെയ്ത്. ഞാൻ നിന്നോട് വഴക്ക് പറയുമല്ല, പക്ഷെ നിനക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. ഇതെല്ലാം പറയുന്നത് നമ്മുടെ കാഷിൻ കോജിയാണ്. എന്തായാലും ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല, അത് സംഭവിച്ചു പോയി, പക്ഷെ ഇനിയും നമ്മൾ ഫൈറ്റ് തന്നെ ചെയ്യണം. ഇത് കേൾക്കാൻ നേരത്ത് മേലിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ബോറൂട്ടോ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരിക്കാൻ സാധിക്കുവോ? സാസ്കെ, അതായത് സാസ്കെയും ഒരു ഷിൻജു ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അവിടെ വെച്ച് കണ്ടത് സാസ്കെയുടെ ഷിൻജു ആണ്. സോ അങ്ങനെയാണ് ചാപ്റ്റർ 4 ഇവിടെ അവസാനിക്കുന്നത്. ഉടനെ തന്നെ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഞാനത് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പൊ തന്നെ സബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.